മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കുള്ള യാത്രക്കാർക്ക് വേണ്ടിയിട്ടുള്ള മേൽപ്പാലാണിത്. അത് ഇപ്പോ ജനങ്ങൾക്ക് വളരെയധികം ഭീഷണി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തന്നെ ഈ മേൽപ്പാലത്തിന്റെ ഭിത്തിയിലെ കോൺക്രീറ്റ് അടർന്നു വീണ് വൻ ദുരന്തമാണ് ഒഴിവായിരിക്കുന്നത്. 25 വർഷത്തിലേറെയായി ഈ ഒരു മേൽപ്പാലം ഇവിടെ പണി കഴിപ്പിച്ചിട്ട്. പക്ഷെ ഇന്നേ വരെ യാതൊരു തരത്തിലുള്ള അറ്റകുറ്റപ്പണികളും ഇവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ ദിവസം മേൽപ്പാലത്തിന്റെ ഭിത്തിയിൽ നിന്ന് കോൺക്രീറ്റ് അടർന്നു വീണ് അമ്മയും കുഞ്ഞും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. രാത്രിയായാൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമാണെന്നും നാട്ടുകാർ പറയുന്നു. ഇത് വെറുതെ ഉണ്ടാക്കി വെച്ച മാതിരിയാണ്. എന്താ പറഞ്ഞാൽ ഇപ്പൊ ഇതിന്റെ ഉപയോഗം തീരല്ല. മെഡിക്കൽ കോളേജ് അങ്ങോട്ട് വന്നതിന് ദിവസം തീരെ ഉപയോഗം നടത്തില്ല. ഇപ്പൊ ഇവിടെ രാത്രി ഇന്നലെ അവിടെ പൊളിഞ്ഞാടിയിരുന്നു. ഈ പൊളിഞ്ഞാടിയത് ഒരു കുട്ടി ഉണ്ടെന്ന് ആളെടുത്തുണ്ടായിരുന്നു. പിന്നെ ഇതിപ്പോ ഇപ്പൊ ഇവിടെ മഴ പെയ്താലും തന്നെ ഇവിടെ നിറച്ച് വെള്ളം നിൽക്കുകയാണ്. ഈ വെള്ളം ഞങ്ങൾ ആരെങ്കിലും ചെന്നുകാണ്ട് വേണം കുട്ടി സാധാരണ വെള്ളം. ഇതിന് പൊളിഞ്ഞ വണ്ടി പോകുമ്പോൾ നമുക്ക് ചാടലായി അത്രയ്ക്ക് ഇതേ വരുള്ളൂ. ഇത് 10 രൂപ കൊല്ലായിട്ടുണ്ടാവും. ഇപ്പൊ കണ്ടില്ല അതൊക്കെ പൊളിഞ്ഞ് നാശമായിരിക്കുന്നത്. മെയിൻ്റനൻസ് ചെയ്തുകൊണ്ട് ഉപയോഗപ്പെടുത്താൻ കുഴപ്പമില്ല. ഇത് പൊളിച്ചു കളയാന്നല്ലത്. എന്ത് വെറുതെ ഇത് ഉണ്ടാക്കിയിട്ടുള്ള കാര്യമുണ്ട്. അതായത് രാത്രി ബീറടിച്ചുകൊണ്ട് ബീറും കുത്തി താഴത്തേക്ക് ഇടുക. നമ്മൾ ചോദ്യം ചെയ്യാൻ പറ്റുന്ന അവര് തകർക്കും. അപ്പം ഞാനിവിടെ പോലീസ് വന്നപ്പോ അവർക്ക് സംസാരിച്ചു, ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. നമ്മളെന്താ അവിടുന്ന് വിളിക്കുക. അതായത് അവർ ഒന്നില്ലെങ്കിൽ ഇത് അടച്ചിടുക, അല്ലെങ്കിൽ ഇതില് പൊളിച്ചു കളയുക, അല്ലെങ്കിൽ എന്താ പറയുക മെഡിക്കൽ കോളേജിന്റെ ഉപയോഗപ്പെട്ടില്ല. പണ്ട് നമ്മളെ 4 കൂടിയ സ്ഥലത്തൊരു സബ്വേ ഉണ്ടാക്കിയിരുന്നു. അത് ആർക്കും ഉപകാരമില്ലാതെ അവസാനം അതില് കഞ്ചാവിന്റെയും മറ്റുള്ള മയക്കുമരുന്നിന്റെ കച്ചവടമായി. അവസാനം മഴ പെയ്താൽ ഫുള്ളായിട്ട് വെള്ളം നിന്ന് കൊതുക് വളർച്ച കേന്ദ്രം ആയ പോലെ തന്നെ ഇത് ഉണ്ടാക്കിയ സമയത്ത് കുറച്ച് ആൾക്കാരൊക്കെ ഇതിന്റെ ഒരു മധുരം നുണയാൻ വേണ്ടി ഇതിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ നടന്നു എന്നല്ലാതെ മറ്റു ഉപകാരം അതുകൊണ്ടില്ല. ഇല്ലാത്ത സ്ഥിതിക്കാണെങ്കിലും ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അതിൻ്റെതായ രൂപത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടെടുക്കുന്ന ഒരു രൂപം നമ്മളെ ഒരു ഭരണകർത്താക്കൾക്കും ഇല്ല. മുനിസിപ്പാലിറ്റി ചെയ്യേണ്ടതാണെങ്കിൽ മുനിസിപ്പാലിറ്റി, അതല്ലെങ്കിൽ ഹോസ്പിറ്റൽ ആരെ ചെയ്യേണ്ടി അവര്, അല്ലെങ്കിൽ PWD ആണെങ്കിൽ അവര് അത് ചെയ്യാതെ ഇപ്പൊ കമ്പിയൊക്കെ പുറത്തേക്ക് കണ്ട് അതിൽ നിന്ന് അടർന്ന് വീഴൽ തുടങ്ങി. ഇപ്പൊ ഇന്നലെ ഒരു കുട്ടി വേറെ പെണ്ണും നിൽക്കുമ്പോൾ അവരെ തലയ്ക്ക് വീകേണ്ടിയാണ്. മുകളിൽ നിൽക്കുന്ന ആള് കുറച്ച് ഒരു രക്ഷ കൊടുത്തുകൊണ്ട് മാത്രമാണ് കുറച്ച് തെന്നി വീഴുന്നത്. അപ്പൊ ഇത് ആരെങ്കിലും തലയിലേക്കൊക്കെ വീഴുമ്പോൾ അധികാരികൾ കണ്ടു തുറക്കുള്ളൂ. കാരണം എന്തെങ്കിലും ആക്സിഡന്റുകൾ സംഭവിക്കുമ്പോഴാണല്ലോ ഓരോ ഇതിന് പിന്നാലെ പോകുന്നത്. അപ്പൊ ഒന്നിരിക്ക ഇത് പൊളിച്ചുകാണ്ട് ഇവിടെ കാര്യമാക്കില്ല. എന്നാ അതാണ് ഒന്നിരിക്ക നന്നാവുക. അതല്ലാന്നുണ്ടെങ്കിലോ അതിൻ്റെതായ രൂപത്തിൽ എങ്ങനെയൊക്കെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടെടുക്കാൻ പറ്റും അങ്ങനെ കൊണ്ടെടുക്കാം. മറ്റേത് വൈകുന്നേരമായെങ്കിൽ 7 മണി ആയെങ്കിൽ ഇതിന്റെ മുകളിൽ കഞ്ചാവിന്റെ ആൾക്കാർ, കള്ളുടിയന്മാര്, ഇവരെ നരനായാട്ടുണ്ടാവും. പിന്നെ ഇതിനൊരു കമ്പിയുണ്ട്, ആൾക്കാർ പൊയ്യാടാതൊക്കെ. അത് ഇവിടെ കുറച്ചതിന്റെ മുകളിൽ എന്നോ വീണ് പോയതാണ്. ഒരുത്തം ഫോൺ ചെയ്തിക്കാണ്ട് ഏതോ ലോകത്ത് കൂടെ ഫോൺ ചെയ്ത് വന്നു, ഫോൺ കീപ്പിട്ട് വീണ്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അവനെ കാണുന്നത്, അങ്ങനെ അവനെ ആശുപത്രിക്ക് എടുത്തുകൊണ്ട്. അപ്പൊ ഒന്നിരിക്കത് നന്നാക്കി കൊണ്ടെടുക്കുക, അധികാരികൾ അങ്ങനെ കണ്ണുറക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അത് പൊളിച്ചില്ല. കാരണം പൊളിക്കേണ്ട സമയം ആയിട്ടുണ്ട്. കാരണം ഇതിന്റെ പൂങ്കാലിന്റെ അടിയൊക്കെ ദ്രവിച്ചു തുടങ്ങിയിരിക്കുന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മംഗളപുരം ടാക്സിക്കാർ നിർത്തണാണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം പൊളിഞ്ഞാൽ തുടങ്ങും. പിന്നെ ഇവിടെ വണ്ടി നിർത്താൻ പറ്റാതാവും. അങ്ങനെ ഞങ്ങൾ വണ്ടികൾക്ക് നഷ്ടങ്ങൾ സംഭവിക്കാൻ പോവാണ്. ആൾക്കാരുടെ തലയിൽ കൂടെ വീഴുമ്പോൾ അവർക്ക് ജീവഹാനി വരെ സംഭവിക്കാം. കാരണം മുകളിൽ നിന്ന് ചെറിയൊരു കല്ല് വീണാലും ജീവഹാനി സംഭവിക്കാറ്. അപ്പൊ അധികാരികൾ ഇത് ഒന്നിരിക്ക പൊളിച്ചു കളയാ, അല്ലാന്നുണ്ടെങ്കിൽ നല്ല രൂപത്തിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അത് ഒരു നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് അതിന്റെ രൂപത്തിൽ കൊണ്ടുവരും. ഇതാണ് പറയുന്നത്. Poppies, the way we love, the way we care.